നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത്തിരി സാമ്പാർ ഉണ്ടാക്കാൻ നോക്കിയാലും ഇത്തിരി അവിയൽ ഉണ്ടാക്കാൻ നോക്കിയാലും പോട്ടെ ഇത്തിരി തോരൻ ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പച്ചക്കറിയാണ് കോവയ്ക്ക അല്ലെങ്കിൽ കോവൽ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വഴിയിലെവിടെയെങ്കിലും കോവയ്ക്ക പഴുത്ത് കിടക്കുന്നുണ്ടോ എന്ന് നോക്കും. കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഇന്നിപ്പോൾ ചിലപ്പോൾ നമ്മൾ വഴിയിലൂടെ നടന്നു വരുമ്പോൾ കോവയ്ക്ക പഴുത്ത് വേലിപ്പടർപ്പിലോ മതിൽമേലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റിക്കാട്ടിലൊക്കെ നിൽക്കുന്നത് കാണാം. ആരും അങ്ങനെ പറിച്ച് കഴിക്കാറില്ല. ചിലപ്പോൾ കിളികൾ കൊത്തിത്തിന്നും അല്ലെങ്കിൽ നിലത്ത് വീണത് ചീഞ്ഞു പോകും. പക്ഷേ പണ്ട് ഇങ്ങനെ ഒരു സാധ്യത നമ്മൾ കൊടുക്കില്ലായിരുന്നു കേട്ടോ. പണ്ട് സ്കൂൾ വാനുകളൊക്കെ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പ്രദേശത്താകെ ഒരു സ്കൂളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ നമ്മളൊക്കെ 1ാം ക്ലാസ് മുതൽ തന്നെ സ്കൂളിലേക്ക് നടന്നു പോവുകയും നടന്നു വരികയാണ് ചെയ്തിരുന്നത്. ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരം നടക്കാനുണ്ടാവും. എന്നിരുന്നാൽ തന്നെയും നമ്മളെല്ലാവരും ഒരു കൂട്ടമായിട്ട് നടന്നാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയും വരുന്ന വഴിയും വഴിയിൽ വെച്ച് കാണുന്ന ഞൊട്ടാഞ്ഞൊടിയൻ, കാരക്ക, കണ്ണിമാങ്ങ, കോവയ്ക്ക, അങ്ങനെ എന്തൊക്കെ വഴി കണ്ടാലും നമ്മൾ പെറുക്കിയെടുക്കും, പറിച്ചെടുക്കും. വഴിയിൽ വെച്ച് തന്നെ അതൊക്കെ തിന്നിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പോലെ വഴിയിൽ കോവയ്ക്കൊക്കെ കാണുക എന്ന് പറയുന്നത് വളരെ സാധ്യത കുറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ കോവയ്ക്ക എന്ന് പറയുന്ന പച്ചക്കറി ഉണ്ടായതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യ കഥയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. കഥ കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നുപോലെ കേട്ടോ. അപ്പോൾ കോവലിൻ്റെ ഐതിഹ്യ കഥ ഇത് പറയിപെറ്റ പന്തീരുകുലത്തിലെ പാക്കനാരുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യമാണ്. പറയും വരരുചിയും മരിച്ചുപോയതിനു ശേഷം അവരുടെ ശ്രാദ്ധകർമ്മങ്ങൾ, ചാത്തമൂട്ടൽ അല്ലെങ്കിൽ വർഷം തോറും നടത്തി വരുന്ന ബലിയിടൽ, അത് നടത്തുന്നത് ഏറ്റവും മൂത്ത പുത്രനായ അഗ്നിഹോത്രിയുടെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ അഗ്നിഹോത്രിയുടെ വീട്ടിലേക്ക് വയല, കുന്നിലപ്പൻ ഒഴികെയുള്ള എല്ലാവരും വന്നു ചേരും. വരുമ്പോൾ ചാത്തമൂട്ടിന് വിളമ്പാനുള്ള വിഭവങ്ങളിൽ തങ്ങളുടേതായ ഓഹരിയുമായിട്ടാണ് ഇവർ വരിക. ഓരോ തവണയും വരുമ്പോൾ പാക്കനാര് എന്തെങ്കിലും മാംസാഹാരമായിരിക്കും കൊണ്ടുവരുന്നത്. ഇത് അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്കും അതേപോലെ തന്നെ ചാത്തമൂട്ടിനെത്തുന്ന ബ്രാഹ്മണന്മാർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും പാക്കനാർക്ക് പാക്കനാരുടേതായ മഹാത്മ്യം ഉള്ളതുകൊണ്ട് അഗ്നിഹോത്രി ഒന്നും പറയാറില്ല. എന്താണോ പാക്കനാർ കൊണ്ടുവരുന്നത് അത് അഗ്നിഹോത്രിയുടെ ഭാര്യ പാചകം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇത്തവണയും എല്ലാവരും പാചകത്തിന് വേണ്ടിയുള്ള സാധനങ്ങളുമായിട്ട് വന്നു ചേർന്നു. അഗ്നിഹോത്രിയുടെ ഭാര്യ ഓരോ പൊതിയും തുറന്നു നോക്കി. പാക്കനാർ കൊണ്ടുവന്ന പൊതി തുറന്നു നോക്കിയപ്പോൾ ഭാര്യ ഞെട്ടിപ്പോയി. കാരണം അതിലുണ്ടായിരുന്നത് പശുവിൻ്റെ അകിടായിരുന്നു. ഇതെന്തൊക്കെ പറഞ്ഞാലും ഞാൻ പാചകം ചെയ്യില്ല എന്ന് വിചാരിച്ച് അഗ്നിഹോത്രിയുടെ ഭാര്യ അകിട് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ചാത്തവട്ടിൻ്റെ സമയത്ത് ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പാൻ തുടങ്ങി. പക്ഷെ താൻ കൊണ്ടുവന്നത് വെച്ചുണ്ടാക്കിയ ഒരു വിഭവം അതിൽ പാക്കനാര് കണ്ടില്ല. അത് പാക്കനാര് ചോദിക്കുകയും ചെയ്തു. ചോദിച്ചപ്പോൾ അഗ്നിഹോത്രിയുടെ ഭാര്യ പറഞ്ഞു, അത് പാചകം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പാക്കനാര് പറഞ്ഞു, എന്നാൽ അത് മുളച്ച് എന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പം അന്തർജരിഞ്ഞെന്ന് നോക്കിയപ്പോൾ അത് മുളച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് കായ്ച്ചു നിൽക്കുന്നു. ഇക്കാര്യം തിരികെ വന്ന് പാക്കനാരോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിലുണ്ടായ കായ വെച്ച് ഒരു ഉപ്പേരിയെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതനുസരിച്ചിട്ട് ആ കായ് പറിച്ചെടുത്ത് ഉപ്പേരി ഉണ്ടാക്കി ചാത്തമുണ്ടാനിരിക്കുന്നവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അത് വിളമ്പിക്കൊടുത്തു. അങ്ങനെ ഉണ്ടായതാണ് കോവൽ അല്ലെങ്കിൽ കോവയ്ക്ക. കോവയ്ക്ക സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, പശുവിൻ പാല് ചുരത്തുന്ന ഭാഗം പോലെയാണ് കോവലിൻ്റെ രൂപമിരിക്കുന്നത്. ഈ കോവൽച്ചിയുടെ മഹാത്മ്യം വെച്ച ഒരു പഴഞ്ചൊല്ലുണ്ട്, കോവലുള്ള ദിക്കിൽ ബലിയിടേണ്ടതില്ല എന്നാ പറയുക. അത് ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു ബലിയിടൽ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ കോവയ്ക്ക ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കോവയ്ക്ക ഒരു വീട്ടിലുണ്ട് എങ്കിൽ അത് മാത്രം മതി കാർന്നോന്മാർ അല്ലെങ്കിൽ പിതൃക്കൾ പ്രസാദിക്കാൻ, വേറെ പ്രത്യേകിച്ച് ബലിയിടേണ്ടതില്ല എന്നൊരു പഴഞ്ചൊല്ലും അക്കാലത്തുണ്ടായിരുന്നു. ഇതാണ് കോവൽ മഹാത്മ്യത്തിൻ്റെ കഥ. ഇനി മറ്റൊരു കഥ കൂടി പാക്കനാരുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പറഞ്ഞു തരാം. ഒരു ദിവസം പാക്കനാരും ഭാര്യയും കൂടെ വയലിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ വയൽ വരമ്പിലൂടെ ഇവർക്ക് എതിർവശത്തായി ഒരു നമ്പൂതിരി നടന്നു വരുന്നുണ്ടായിരുന്നു. നമ്പൂതിരി ഇവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. മാറി നിൽക്കുന്നതിനിടയിൽ ശബ്ദം താഴ്ത്തി പാക്കനാരുടെ ഭാര്യ പറഞ്ഞു, സ്വന്തം മകളെ ഭാര്യയാക്കി വെച്ചിരിക്കുന്ന ഈ നമ്പൂതിരിക്ക് എന്തിനാ നമ്മൾ വഴിമാറി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പാക്കനാര് പറഞ്ഞു, കഷ്ടമായിപ്പോയി, ബാക്കിയുള്ള ഒരട്ട നിനക്ക് തന്നെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാര്യയ്ക്കൊന്നും മനസ്സിലായില്ല. നമ്പൂതിരി കടന്നുപോയതിന് ശേഷം പാക്കനാരോട് എന്താണ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ പാക്കനാർ അതിന് പിന്നിലുള്ള കാര്യം പറഞ്ഞു. ഈ നമ്പൂതിരിയുടെ ഭാര്യ ഒരിക്കൽ ചോറുണ്ടാക്കുന്ന സമയത്ത് അതിലൊരു അട്ട വീണു. ഇക്കാര്യം ഭാര്യ ചെന്ന് നമ്പൂതിരിയോട് പറഞ്ഞു. അട്ട വീണ ആ ചോറ് വേലക്കാർക്ക് കൊടുത്തോളാൻ നമ്പൂതിരി പറഞ്ഞു. അതനുസരിച്ച് വേലക്കാർക്ക് ആ ചോറ് കൊണ്ടുപോയി കൊടുത്തു. ഇതൊരു പാപമാണ് നമ്പൂതിരി ചെയ്തത്. അതനുസരിച്ചിട്ടൊരു ശിക്ഷ അദ്ദേഹത്തിന് വേണ്ടി പരലോകത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു കുന്നോളം വരുന്ന അട്ടയെ ഇദ്ദേഹം തിന്നണം. ഇത് മനസ്സിലാക്കിയ ചിത്രഗുപ്തൻ ഈ നമ്പൂതിരിയെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ചു. കാരണം
നമ്പൂതിരി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പൊക്കെ ചിത്രഗുപ്തായ നമഃ എന്ന് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് കിടക്കുന്ന നമ്പൂതിരിയുടെ ചിത്രഗുപ്തൻ്റെ ഒരു സ്നേഹം. അതുകൊണ്ട് ചിത്രഗുപ്തൻ നമ്പൂതിരിക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് ഇദ്ദേഹത്തിന് വരാനിരിക്കുന്ന ദുർഗതിയെക്കുറിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്പൂതിരിക്ക് ആകെ വിഷമമായി. ഇതൊഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിത്രഗുപ്തനോട് നമ്പൂതിരി ചോദിച്ചു. അപ്പോൾ ചിത്രഗുപ്തൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നാളെ മുതൽ നിങ്ങളുടെ ശുശ്രൂഷയെല്ലാം മകളെ കൊണ്ട് ചെയ്യിക്കുക. എന്ന് വെച്ചാൽ പല്ല് തേക്കാനുള്ളത് ഉണ്ടാക്കി കൊടുക്കുക, മുറുക്കാനുള്ളത് ഉണ്ടാക്കി കൊടുക്കുക, ഭക്ഷണം വിളമ്പി കൊടുക്കുക, കിടക്ക വിരിക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ മകളെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞു. ഇക്കാര്യം മറ്റാരോടും പറയരുത് എന്നിവിടെ പറഞ്ഞിട്ട് ചിത്രഗുപ്തൻ അപ്രത്യക്ഷനായി. ചിത്രഗുപ്തൻ പറഞ്ഞതനുസരിച്ച് നമ്പൂതിരി അടുത്ത ദിവസം മുതൽ തൻ്റെ മകളെ കൊണ്ട് തൻ്റെ ശുശ്രൂഷയൊക്കെ ചെയ്യിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, മകളോട് കുറച്ച് സ്നേഹവും കാണിച്ചു തുടങ്ങി. ഇത് കണ്ട് ഇല്ലത്തുള്ളവർക്ക് ചെറിയ സംശയം തോന്നി. ആ സംശയം മെല്ലെ പുറത്തേക്ക് വ്യാപിച്ചു. പിന്നെ അത് നാട്ടിലൊരു കുശുകുശുപ്പായി തുടങ്ങി. അതായത് നമ്പൂതിരി സ്വന്തം മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്പൂതിരിയെക്കുറിച്ചൊരു ദുഷ്പ്രചരണം നാട്ടിൽ പാട്ടായി. നമ്പൂതിരി ഇതിനകത്ത് കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ കുറ്റമൊന്നും ചെയ്യാത്ത നമ്പൂതിരിയെക്കുറിച്ച് ദുഷ്പ്രചരണം നടത്തിയവർക്കെല്ലാം ഈ നമ്പൂതിരിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന കുന്നോളം അട്ടയിൽ നിന്ന് കുറേ ഭാഗം വീതിച്ചു വെച്ച് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഒരട്ട മാത്രമാണ് അവശേഷിച്ചത്. കുറച്ചു മുന്നേ വയലിൽ വെച്ച് ഈ നമ്പൂതിരിയെക്കുറിച്ച് അവസാനമായിട്ട് ദുഷിപ്പ് പറഞ്ഞത് പാക്കനാരുടെ ഭാര്യയാണ്. അതോടെ അവശേഷിച്ചിരുന്ന ഒരട്ടയുടെ അവകാശിയായി പാക്കനാരുടെ ഭാര്യ മാറി. ഈ ഐതിഹ്യത്തിലൂടെ പരാമർശിക്കാൻ ശ്രമിക്കുന്നത് പാക്കനാർക്ക് പരലോകത്തുള്ള കാര്യങ്ങൾ കൂടി അറിയാനുള്ള സിദ്ധി ഉണ്ടായിരുന്നുവെന്നാണ്. ഇതെല്ലാം പറയിപെറ്റ പന്തിരുകുലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യ കഥകളാണ്. ഈ കഥകളെല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് ഇടുന്നുണ്ട്. കാരണം ആർക്കെങ്കിലും പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥകൾ മാത്രം കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ടേക്കുക. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറേ കാലം കഴിയുമ്പോൾ എല്ലാ കഥകളും ഒരുമിച്ച് കേൾക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ കഥകൾ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മടിയൊന്നും കൂടാതെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥ പറച്ചിലുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.